നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും മേ ബി നിങ്ങളുടെ ബിസിനസ്സിലും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാനിത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകളൊക്കെ ഞാൻ പേഴ്സണലി ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാറുണ്ട്, റിസൾട്ട് കിട്ടാറുണ്ടോ എന്നുള്ളത്. അപ്പോൾ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് പലപ്പോഴും നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. പേഴ്സണലി ഞാനൊരു റിസൾട്ട് ഓറിയൻറ്റഡ് പേഴ്സണാണ്. കാരണം റിസൾട്ടിലൂടെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ആ എക്സ്പീരിയൻസ് ആളുകളുമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് 6C കോൺസെപ്റ്റ് എന്നാണ്. 6C ആണ് പ്രധാനമായിട്ടും ഈ ഒരു കോൺസെപ്റ്റിലുള്ളത്. ഇത് ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്കൊരു നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിലേക്ക് പോകാൻ ഈ ഒരു 6C കോൺസെപ്റ്റ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇതിൽ ആദ്യത്തെ C എന്ന് പറയുന്നത്, ഫസ്റ്റ് C എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് കമ്മിറ്റ്മെൻറ്റ്? അപ്പോൾ ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയുകയാണ്. അതായത് ഇതിൽ കേൾക്കുന്ന വാക്കുകളെല്ലാം നിങ്ങൾക്ക് വളരെ സുപരിചിതമായ വാക്കുകളായിരിക്കും. പക്ഷേ ഈ വാക്കുകൾക്ക് കൊടുക്കുന്ന അർത്ഥങ്ങളും ഈ പറയുന്ന ഓരോ സ്റ്റെപ്പുകൾ തമ്മിലുള്ള കണക്ടിവിറ്റി, അതാണ് ശരിക്കും ഇതിനെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇത് കൃത്യമായ രീതിയിൽ നമ്മളിതിനെ അടയാളപ്പെടുത്തുമ്പോൾ നമുക്കൊരു വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആദ്യത്തെ C എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലിപ്പോൾ പല ഉത്തരങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള മീനിങ്ങും വന്നേക്കാം, പല അർത്ഥങ്ങളും വന്നേക്കാം. പക്ഷേ ഇവിടെ നമ്മൾ C എന്ന് പറയുന്ന കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ നമ്മളിലില്ലാത്ത ഒരു പുതിയ കാര്യം നേടുന്നതിന് വേണ്ടി നമ്മളെടുക്കുന്ന തീരുമാനത്തിനെയാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മളെടുക്കുന്ന തീരുമാനത്തിനെയാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ശക്തമായ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാവും. അങ്ങനെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. നിങ്ങൾ ശരിക്കും പല കാര്യങ്ങൾക്കും ഉത്തരം പറയാൻ ബാധ്യസ്ഥനായി നിങ്ങൾ മാറും. നിങ്ങൾ പലതും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ കൂടുതൽ പെയിൻ എടുക്കേണ്ടതായിട്ട് വരും, കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. സത്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ നേടാത്ത ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഫസ്റ്റ് C. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ C എന്താണെന്ന് നമ്മൾ പഠിക്കാം. രണ്ടാമത്തെ C എന്ന് പറയുന്നത് കറേജ് ആണ്, ധൈര്യം. ഇവിടെയും ഈ ധൈര്യത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പല ഡെഫിനേഷൻസും നമുക്കറിയാം. പക്ഷേ ഇന്നിപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ധൈര്യത്തിൻ്റെ ഡെഫിനേഷൻ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു ഡെഫിനേഷനാണ്. അതായത് നല്ല പേടി നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷേ നമ്മൾ ഓടുന്നില്ല എന്ന് വെച്ചാൽ നല്ല പേടി ഉള്ളിലുണ്ടായിട്ടും നമ്മൾ അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു, നമ്മൾ മുന്നോട്ട് നീങ്ങാൻ തീരുമാനിക്കുന്നു. ഇതിൻ്റെ പേരാണ് ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കമ്മിറ്റ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുന്നു. അതാണ് C, രണ്ടാമത്തെ C, ധൈര്യം, കറേജ്. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ധൈര്യം നമ്മൾ കാണിക്കുമ്പോൾ അത് നമ്മളിൽ പല രീതിയിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാക്കും. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പല ആളുകളും ഈ ധൈര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി അവർ പല രീതിയിലും പല അഡിക്ഷൻസിലും ചെന്ന് ചാടും. എന്ന് വെച്ചാൽ പലരും വർക്ക്ഹോളിക്കായിട്ട് മാറും, പലരും സെൽഫ് ജസ്റ്റിഫിക്കേഷൻ പറയും, പലരും ഒരുപക്ഷെ ആ പഴയ പാറ്റേണിൽ തന്നെ തുടരാൻ ഇഷ്ടപ്പെടും. കാരണം എന്താണ്? അവർക്ക് ഈ ധൈര്യമില്ല. എന്ന് വെച്ചാൽ അവർ ആ ധൈര്യം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഒരു പുതിയ കമ്മിറ്റ്മെൻറ്റ് എടുത്തിട്ട് പലപ്പോഴും പല ആളുകളും തോറ്റു പോകുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം അവർക്ക് ആ ധൈര്യം ഉണ്ടാകുന്നില്ല, അവരുടെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പേടിയില്ലാത്ത അവസ്ഥയല്ല ധൈര്യം എന്ന് പറയുന്നത്. പേടി നമ്മുടെ ഉള്ളിലുണ്ട്, നല്ല പേടിയുണ്ട്, പക്ഷേ നമ്മൾ ഒരിക്കലും പിന്മാറാൻ നമ്മൾ തയ്യാറല്ല. അതിൻ്റെ പേരാണ് ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ ധൈര്യത്തിനെ ഒഴിവാക്കരുത്. നമ്മൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യാൻ നമ്മൾ പറയും. അപ്പോൾ പല ആളുകളും എസ്കേപ്പ് ചെയ്യണം. എസ്കേപ്പ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർ പുതിയ പാറ്റേണുകൾ കണ്ടെത്തുന്നു, പലപ്പോഴും പുതിയ അഡിക്ഷൻസിൽ ചെന്ന് ചാടുന്നു, പുതിയ ഹാബിറ്റുകൾ ഉണ്ടാക്കുന്നു. ചില ആളുകൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ധൈര്യമില്ലാത്തതുകൊണ്ട് അവർ പലപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെ പല കാര്യങ്ങളിലും വളരെയധികം ഇൻവോൾവ് ചെയ്യുന്നു. സത്യത്തിൽ എന്താണ്? പുതിയ ലക്ഷ്യങ്ങൾ നേടാൻ അവർക്ക് വലിയ പേടിയാണ്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന കറേജ്. രണ്ടാമത്തെ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി ഈ ഒരു ധൈര്യം നമ്മൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. അതാണ് മൂന്നാമത്തെ C എന്ന് പറയുന്നത്. തേർഡ് C, ക്രിയേറ്റിവിറ്റി. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ക്രിയേറ്റീവ് ആവും. എങ്ങനെ നമുക്ക് ഈ കമ്മിറ്റ്മെൻറ്റ് നേടിയെടുക്കാം? ഒരു ക്രിയേറ്റിവിറ്റിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ക്യൂരിയസ് ആയിരിക്കും, വളരെ ജിജ്ഞാസയുള്ളൊരു വ്യക്തിയായിരിക്കും.
ആ ക്യൂരിയോസിറ്റി അദ്ദേഹത്തെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റും. അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് ചെറുതായിട്ട് മൂർച്ച കൂടാൻ തുടങ്ങും. കാരണം എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, എങ്ങനെ എന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ആ ക്രിയേറ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാലാമത്തെ സി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആൻഡ് ദാറ്റ് ഈസ് ക്യാപ്പബിലിറ്റി. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സി. ക്രിയേറ്റീവായിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മേഖലയിൽ നെക്സ്റ്റ് ലെവലിലേക്ക് എത്താൻ എനിക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്യാപ്പബിലിറ്റീസ് എനിക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇന്ന് പലരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ മേഖലകളിൽ എക്സൽ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും, ഒരു പുതിയ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കമ്മിറ്റ്മെൻറ്റ് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറേജ് നമ്മളിൽ ഉണ്ടാക്കുകയും നമ്മൾ വളരെ ക്രിയേറ്റീവ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ ആ പറയുന്ന ക്യാപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ പല ക്യാപ്പബിലിറ്റീസും ഓർമ്മ വരുന്നുണ്ടായിരിക്കും, പല കാര്യങ്ങളും. ഇപ്പോൾ പെട്ടെന്ന് ഒരു പക്ഷേ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്, ഇനിയിപ്പോൾ അതുമല്ലാന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പ്, പേഴ്സണൽ ബ്രാൻഡിങ്, ഇതൊക്കെയും ഇന്നത്തെ കാലത്തെ പുതിയ ക്യാപ്പബിലിറ്റീസാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാനാണെങ്കിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, ക്രിയേറ്റീവായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്യാപ്പബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യും. അപ്പം നമുക്ക് പുതിയ ക്യാപ്പബിലിറ്റീസ് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെയാണ് ശരിക്കും ഒരു വലിയ മാറ്റം നമ്മളിൽ ഉണ്ടാവുന്നത്. ദ ന്യൂ ക്യാപ്പബിലിറ്റി ഗിവ്സ് യു ന്യൂ കോൺഫിഡൻസ്. പുതിയ ക്യാപ്പബിലിറ്റി നമുക്ക് പുതിയ ആത്മവിശ്വാസം നമുക്ക് തരും. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളും പഴയ ആത്മവിശ്വാസവും വെച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ കളികൾ കളിക്കണമെങ്കിൽ പുതിയ ആത്മവിശ്വാസം ആവശ്യമാണ്. പുതിയ ആത്മവിശ്വാസത്തിന് പുതിയ ക്യാപ്പബിലിറ്റി, പുതിയ സ്കില്ല് ആവശ്യമാണ്. പുതിയ സ്കില്ല് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റീവ് ആവണം. നമുക്ക് ക്രിയേറ്റിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കറേജ് വേണം. കറേജ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പുതിയ കമ്മിറ്റ്മെൻറ്റ്സുകൾ നമ്മൾ സെറ്റ് ചെയ്യണം. സോ ന്യൂ ക്യാപ്പബിലിറ്റി ഗിവ്സ് യു ന്യൂ കോൺഫിഡൻസ്. പുതിയ ക്യാപ്പബിലിറ്റീസ്, പുതിയ സ്കിൽ നിങ്ങൾക്ക് പുതിയ ആത്മവിശ്വാസം ഉണ്ടാക്കും. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് എത്രമാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു പുതിയ സ്കില്ല് നിങ്ങൾക്ക് അപാരമായ രീതിയിലുള്ള കോൺഫിഡൻസ് ആണ് തരുന്നത്. അപ്പോൾ ഓരോ സമയത്തും നമ്മുടെ ക്യാപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിൽ ചേഞ്ച് ഉണ്ടാക്കുന്നു. ഞാൻ ഇതുവരെ സംസാരിച്ചത് 5 C ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. നമ്പർ 1 കമ്മിറ്റ്മെൻറ്റ് നമ്മൾ സംസാരിച്ചു. കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് കറേജിലേക്ക് വരുന്നു, കറേജിൽ നിന്ന് ക്രിയേറ്റിവിറ്റിയിലേക്ക് വരുന്നു. ക്രിയേറ്റിവിറ്റി നമ്മളിൽ ക്യാപ്പബിലിറ്റി ഉണ്ടാക്കുന്നു, ക്യാപ്പബിലിറ്റി നമ്മളിൽ അപാരമായ ആത്മവിശ്വാസം ഉണ്ടാക്കും. ബട്ട് ആക്ച്വലി എന്താണ് ആ ആത്മവിശ്വാസം? ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ആ പഴയ ആത്മവിശ്വാസമല്ല. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് പുതിയ ആത്മവിശ്വാസമാണ്. ആ പുതിയ ആത്മവിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? അത് വരുന്നത് ന്യൂ ക്യാപ്പബിലിറ്റീസിൽ നിന്നാണ്, ന്യൂ സ്കില്ലിൽ നിന്നാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്നാണ് ആ പുതിയ ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. പലപ്പോഴും ഒരു പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും, കഴിഞ്ഞ 5 വർഷം കൊണ്ട് എനിക്കൊരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ലല്ലോ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. അതേസമയം തന്നെ നിങ്ങളോട് ചോദിക്കുക, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിങ്ങൾ എന്ത് പുതിയ സ്കില്ലാണ് പഠിച്ചത്? പ്രത്യേകിച്ച് പുതിയ സ്കില്ലൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ ആത്മവിശ്വാസം വെച്ചാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക? നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക? നിങ്ങളുടെ ബിസിനസ് ഡിമാൻഡ് ചെയ്യുന്ന പല സ്കില്ലുകളും പല ക്യാപ്പബിലിറ്റീസും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണോ? യു ഡോണ്ട് ഹാവ് എ ന്യൂ കമ്മിറ്റ്മെൻറ്റ്സ്. നിങ്ങൾക്ക് പുതിയ കമ്മിറ്റ്മെൻറ്റുകളില്ല എന്നുള്ളതാണ്. അതിന് പകരം നിങ്ങൾ ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുന്നു. കമ്മിറ്റ്മെൻറ്റിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയാം, നിങ്ങളിൽ ഇതുവരെ ഇല്ലാത്ത എന്തോ ഒന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളെടുക്കുന്ന തീരുമാനത്തിനെയാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ കമ്മിറ്റ്മെൻറ്റാണ് നിങ്ങളെ ഒരു ധൈര്യശാലിയാക്കി മാറ്റുന്നത്. ധൈര്യമെന്ന് പറയുന്നത് പേടിയില്ലാത്ത അവസ്ഥയല്ല, പേടി ഉണ്ടായിട്ടും നമ്മൾ പുറകോട്ട് പോവാത്തതിന്, അതിനെയാണ് നമ്മൾ ധൈര്യം എന്ന് പറയുന്നത്. ആ ധൈര്യം നിങ്ങളെ വളരെ ക്രിയേറ്റീവ് ആക്കുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് വേണ്ട സ്കില്ലുകൾ എന്താണെന്ന് നിങ്ങൾ കൂടുതൽ ബോധവാനാകുന്നു, ബോധവതിയാകുന്നു. സ്വാഭാവികമായിട്ടും ആ സ്കില്ലുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് പുതിയ കോൺഫിഡൻസ് ലഭിക്കുന്നത്. ന്യൂ ക്യാപ്പബിലിറ്റി ഗിവ്സ് യു ന്യൂ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങളെ മാറ്റും. സ്വാഭാവികമായിട്ടും ആ കോൺഫിഡൻസ് വെച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അതുമാത്രവുമല്ല, 6ാമത്തെ സീലേക്ക് നമ്മൾ കിടക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് കണ്ടിന്യൂറ്റി. മീൻസ് ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾ ഈ പറയുന്ന കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ ഒരു തുടർച്ച ആവശ്യമാണ്. അതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ആ തുടർച്ച കൂടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂറ്റി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, മീൻസ് എവറി ടൈം നമ്മൾ ന്യൂ കമ്മിറ്റ്മെൻറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പല ആളുകളും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവരെവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽപ്പാണ്. വൈ? ബിക്കോസ് ദർ ഈസ് നോ കണ്ടിന്യൂറ്റി. അവർക്ക് യാതൊരു തുടർച്ചയുമില്ല. അവർ പുതിയ കമ്മിറ്റ്മെൻറ്റുകൾ അവർ സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കമ്മിറ്റ്മെൻറ്റുകൾ നമ്മൾ കീപ്പ് ഓൺ
എപ്പോഴും നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു വലിയ രീതിയിലേക്കൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് 6ാമത്തെ സി എന്ന് പറയുന്നത്. കണ്ടിന്യൂറ്റി, തുടർച്ച നമുക്ക് വേണം. നമ്മളുടെ ഈ കമ്മിറ്റ്മെൻറ്റിനും ഈ കോൺഫിഡൻസിനും ഒരു തുടർച്ച നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നമുക്ക് നമ്മളുടെ മേഖലയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒന്നുകൂടെ പറയുന്നു, കമ്മിറ്റ്മെൻറ്റ്, കറേജ്, ക്രിയേറ്റിവിറ്റി, ക്യാപ്പബിലിറ്റി, കോൺഫിഡൻസ് ആൻഡ് കണ്ടിന്യൂറ്റി. നേരെ റിവേഴ്സായിട്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മേഖലയിൽ വളരെ ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ്. യു ആർ വെരി ഫ്രസ്ട്രേറ്റഡ്, യു ആർ വെരി വറീഡ്. നിങ്ങൾ വളരെയധികം ചിന്തയിലാണ്, ഇതിപ്പോൾ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കും. സോ വെറുതെ നമുക്കൊന്ന് റിവേഴ്സായിട്ട് നമുക്ക് ചിന്തിച്ച് നോക്കാം. നിങ്ങളിപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ പഴയ ആത്മവിശ്വാസം വെച്ചുകൊണ്ടല്ലേ? പുതിയ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ ശരിക്കും? ഇല്ല. കാരണം എന്താണ്? പുതിയ ക്യാപ്പബിലിറ്റീസ് ഒന്നും നമ്മൾ ഈ അടുത്ത കാലത്ത് ലേൺ ചെയ്തിട്ടില്ല. പുതിയ ക്യാപ്പബിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊട്ടും, നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊട്ടും ക്യൂരിയസ് അല്ല, നമ്മളൊട്ടും ക്രിയേറ്റീവ് അല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യവുമില്ല. വൈ? ബിക്കോസ് വി ഹാവ് നോ ന്യൂ കമ്മിറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇത് പരസ്പരം പൂരകമായിട്ടുള്ളൊരു സർക്കിളാണ് ഈ 6C എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇത് ശരിക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഡെഫിനറ്റായിട്ടും ഒരു ന്യൂ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് എൻ്റെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു. സോ ഐ ഹാവ് സെറ്റ് എ ന്യൂ കമ്മിറ്റ്മെൻറ്റ്. പുതിയ ലൊക്കേഷൻസ് ഡെവലപ്പ് ചെയ്യണം, അവിടങ്ങളിലൊക്കെ എൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമെടുത്തു. ഡെഫിനറ്റായിട്ടും എനിക്ക് നല്ല പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പിന്മാറാൻ തയ്യാറായില്ല. സോ ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഞാൻ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പുതിയ സ്കിൽ അത്യാവശ്യമാണ്, ഒരു പുതിയ ഭാഷ പഠിക്കണം. അപ്പോൾ ഞാൻ ഹിന്ദി പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഹിന്ദി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ മൈ ഗോഡ്, ഒരു പുതിയ കോൺഫിഡൻസ് എനിക്ക് കിട്ടി. കാരണം ആ ക്യാപ്പബിലിറ്റി എന്നിൽ ഉണ്ടാക്കിയ ആത്മവിശ്വാസം വളരെ വലുതാണ്. സോ ഞാൻ ആ പുതിയ ആത്മവിശ്വാസവുമായി ഞാൻ കളിക്കാൻ ഇറങ്ങി. സോ എൻ്റെ മേഖലയിൽ എനിക്ക് വിജയിക്കാൻ സാധിച്ചു. സോ നിങ്ങളുടെ മേഖലയിലും നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഈ 6C നിങ്ങൾക്കൊരു വലിയ നല്ലൊരു ടൂളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങളിത് അപ്ലൈ ചെയ്ത് നോക്കുക, എങ്ങനെയാണ് നിങ്ങൾക്കിത് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ദെൻ അതിനുശേഷം അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. ഡെഫിനറ്റാണ് നിങ്ങൾക്കും ഈ പറയുന്ന 6C ഒരു വലിയ മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്.